ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന. ഗർഭിണിയാണെന്ന് അറിയുന്ന നിമിഷം മുതൽ സ്ത്രീകൾ ഭയക്കുന്നതും ഇതുതന്നെയാണ്. എങ്ങനെയാണ് പ്രസവ വേദന, പ്രസവം അടുക്കാറാകുമ്പോൾ തോന്നുന്ന വേദനയിൽ ഏതാണ് യഥാർത്ഥ പ്രസവ വേദന എന്നിങ്ങനെയുള്ള സംശയങ്ങൾ പല സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ പ്രസവത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. പ്രസവ വേദന തിരമാല പോലെയാണ്. ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ആരംഭിച്ചിട്ട് ഗർഭാശയം മുഖം കടന്ന് യോനിയിലേക്ക് വരുന്ന അതികഠിനമായ വേദന. തിരമാല തീരത്തണയുന്നത് പോലെ തന്നെ ആ വേദന പെട്ടെന്ന് തീരും. ആദ്യ തിരമാലയ്ക്ക് ശേഷം 10 മിനിറ്റിനുള്ളിൽ അടുത്തത് വീണ്ടും വരും. വീണ്ടും 10 മിനിറ്റിനുള്ളിൽ അടുത്തത്. അങ്ങനെ തുടങ്ങി വേദനയുടെ ഇടവേള 5 മിനിറ്റിലേക്കും 3 മിനിറ്റിലേക്കും 1 മിനിറ്റിലേക്കുമായി കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് പ്രസവ വേദന തന്നെയാണെന്ന്. ആദ്യം വരുന്ന വേദന 3-4 സെക്കൻഡ് കൊണ്ട് അവസാനിക്കുമെങ്കിൽ പ്രസവ സമയം അടുക്കുന്തോറും ഉണ്ടാകുന്ന വേദന ഏറെ സമയം നിൽക്കും. ഒന്നിനു പിന്നാലെ ഒന്നായി വന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെയുള്ള അവസ്ഥയിലേക്ക്. പ്രസവ വേദനയുടെ തുടക്കത്തിൽ ഗർഭിണി സാവധാനം നടക്കണം. എളുപ്പം ദഹിക്കുന്ന ആഹാരം ചെറുതായി കഴിക്കാം. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരുപാട് എനർജി ആവശ്യമായിട്ട് വരും. ഗർഭാശയ സ്തരം പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകിയാൽ എത്രയും വേഗം ആശുപത്രിയിലെത്തണം. കുഞ്ഞ് കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ് പുറത്തേക്ക് ഒഴുകുന്നത്. വെള്ളം ഒഴുകി തീർന്നാൽ അത് കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാവും. തറയിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചതുപോലെയൊന്നും വാട്ടർ ബ്രേക്ക് ഉണ്ടാവണമെന്നില്ല. അത് സാവധാനം ഒഴുകി തുടയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പോലും പറ്റണമെന്നില്ല. ഉറക്കത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും. ഗർഭാശയത്തിനുള്ളിലേക്ക് അണുക്കൾ കടക്കാതെ സീൽ ചെയ്തതുപോലെ സൂക്ഷിക്കുന്ന മ്യൂക്കസ് പ്ലഗ് എന്ന സ്തരം പൊട്ടുകയാണ് അടുത്ത ഘട്ടം. വാട്ടർ ബ്രേക്കിനൊപ്പമോ അതിനുശേഷമോ സ്തരവും പൊട്ടി പുറത്തു വരും. കേവലം 1 സെന്റിമീറ്റർ മാത്രം കനമുള്ള ഈ സ്തരം പൊട്ടി പുറത്തു വരുന്നത് ചിലപ്പോൾ അറിയാൻ പോലും സാധിക്കണമെന്നില്ല. എങ്കിലും പ്രസവം ആരംഭിച്ചതിന്റെ ലക്ഷണമാണിത്. പ്രസവം വളരെ വേദനാജനകം തന്നെയാണ്. അതിൽ നിന്ന് ഓടിയൊളിക്കാനാവില്ല. കുഞ്ഞു കിടക്കുന്ന പൊസിഷൻ അനുസരിച്ചായിരിക്കും വേദന ഏറിയും കുറഞ്ഞും ഇരിക്കുക. തല കീഴായിട്ട് അമ്മയുടെ നട്ടെല്ലിനു നേരെയാണ് പ്രസവ സമയത്ത് കുഞ്ഞ് കിടക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ കുഞ്ഞ് തല കീഴായി വരാത്ത സംഭവങ്ങളും ഉണ്ടാകും. ഗർഭാശയത്തിന് സമീപമുള്ള മിക്കവാറും മസിലുകൾക്ക് ആകെ ഉപയോഗം വരുന്നതും പ്രസവ സമയത്തു മാത്രമാണ്. അതുകൊണ്ടാണ് വേദന ഇത്ര കഠിനമായി അനുഭവപ്പെടുന്നത്. പ്രസവത്തെക്കുറിച്ചുണ്ടാവുന്ന പേടിയും ആകാംക്ഷയും എല്ലാം പലപ്പോഴും വേദന കൂട്ടുകയേ ഉള്ളൂ. വേദന വരുമ്പോൾ 1 മുതൽ എണ്ണിക്കോ എന്ന് പറയുന്നവരാണ് പല ഡോക്ടർമാരും. എന്നാൽ മനസ്സിനെയും ശരീരത്തിലെ മസിലുകളെയും പരമാവധി റിലാക്സ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ചെയ്യേണ്ടത്. അത് വേദനയുടെ തീവ്രത കുറയ്ക്കും. നട്ടലിൽ മരുന്ന് കുത്തിവെച്ച് വേദന അറിയാതെ പ്രസവിക്കുന്ന എപ്പിഡ്യൂറൽ രീതിയും പലരും പരീക്ഷിക്കാറുണ്ട്. എന്നാൽ വേദന കുറയ്ക്കാൻ വേറെയും വഴികളുണ്ട്. വെള്ളത്തിൽ പ്രസവിക്കുന്നത് വേദന കുറയ്ക്കുമെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ചെറു ചൂടുവെള്ളം ധാര കോരുമ്പോഴാണ് വേദന കുറയുന്നത്. പ്രസവ സമയത്ത് പലർക്കും മലം പുറത്തു വരാറുണ്ട്. അത് പേടിക്കേണ്ട കാര്യമല്ല. കുഞ്ഞിനെ പുറത്തേക്ക് തള്ളുന്നതിന്റെ പ്രഷർ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ലേബർ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വയർ കാലിയാക്കിയാൽ മതി. പൊക്കിൽ കൂടി കഴുത്തിൽ ചുറ്റിയത് കൊണ്ട് സിസേറിയൻ വേണ്ടി വന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അമ്മയിൽ നിന്നും പോഷകവും രക്തവും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ഈ പൊക്കിൽ കൂടി വഴിയാണ്. ഇതാണ് കുഞ്ഞിന്റെ കഴുത്തിൽ ചുറ്റുന്നത്. കുഞ്ഞ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കിടക്കുന്നത് കൊണ്ട് ഇത് കുഞ്ഞിനെ ഞെക്കി ശ്വാസം മുട്ടിക്കുകയൊന്നുമില്ല. എങ്കിലും തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തുന്നത് കുറയുന്നത് അപകടകരമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡോക്ടറുടെ സഹായം ഉറപ്പായും തേടണം. അതുപോലെ മറ്റൊന്നാണ് കുഞ്ഞിന്റെ തല പുറത്തേക്ക് വരാൻ പെരിനിയം കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. കുഞ്ഞ് പുറത്തേക്ക് വരാതിരിക്കുക, ഫോഴ്സെപ്സ് ഉപയോഗിച്ച് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരിക, കുഞ്ഞിന് വലിപ്പം കൂടിയിരിക്കുക, അമ്മയുടെ ആരോഗ്യം മോശമാവുക തുടങ്ങിയ സന്ദർഭങ്ങളിലാണ് പെരിനിയം കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. പെരിനിയം കട്ട് ചെയ്യുന്നത് പലതായി തിരിക്കാം. പെരിനിയവും വജൈനയുടെ പിൻവശവും ചെറുതായി കട്ട് ചെയ്യുക. ഇതിന് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യം പോലുമില്ല. സാവധാനം മുറിവ് ഉണങ്ങിക്കോളും. അടുത്തതായിട്ട് വജൈനയുടെ പിൻഭാഗം, പെരിനിയം, മസിൽ എന്നിവ ഉൾപ്പെട്ട് കട്ട് ചെയ്യുന്ന രീതിയാണ്. ഇതിന് സ്റ്റിച്ച് ഇടേണ്ടി വരുന്നതാണ്. പ്രസവ സമയം അടുക്കുമ്പോൾ തല കീഴായി വേണം കുഞ്ഞിന്റെ പൊസിഷൻ. കുഞ്ഞ് തിരിഞ്ഞു വരാതിരുന്നാൽ സിസേറിയൻ അല്ലാതെ വേറെ പരിഹാരമില്ല. പൊക്കിൽ കൂടി ചുറ്റി നോർമൽ പ്രസവം സാധ്യമാവുന്നില്ലെങ്കിൽ സിസേറിയൻ നടത്തണം. പ്രസവം മണിക്കൂറുകൾ നീണ്ടുപോകുന്നത് മൂലം കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാകുന്ന എന്ന ഘട്ടം വരുമ്പോൾ സിസേറിയൻ നടത്തണം. നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും പ്രസവം വേദനാജനകം തന്നെയാണ്. എന്നാൽ മയക്കത്തിൽ നിന്നുണർന്ന് കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതിൽ അലിയും അതുവരെ സഹിച്ച എല്ലാ വേദനകളും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.